സർക്കിൾ മെഷേഴ്സ് ക്ലാസ് 9 മാത്സിൻ്റെ 9th ചാപ്റ്റർ. ആ ചാപ്റ്ററിലെ 5th എക്സർസൈസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സും അതുപോലെ ഇതിന് മുൻപുള്ള 4 എക്സർസൈസുകളും മറ്റ് വീഡിയോകളായി ഇതിന് മുൻപ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം ഈ എക്സർസൈസ് പ്രോബ്ലംസ് ചെയ്ത് നോക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഈ എക്സർസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ എ സർക്കിൾ the length of an arc of central angle 40 degree is 3 pi centimeter. അപ്പോൾ സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി ആയിട്ട് നമ്മുടെ കയ്യിലൊരു ആർക്കുണ്ട്. അപ്പോൾ ആർക്ക് ഇങ്ങനെ വരയ്ക്കാം. ഈ ആർക്ക് എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് അല്ലേ. നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പഠിച്ചപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചതാണ്. ഇനി ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ് 40 ഡിഗ്രി. ഓക്കെ. ഇനി അതിൻ്റെ ലെങ്ത്ത് 3 പൈ ആണെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെങ്ത്താണ് 3 പൈ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത്. ഇപ്പോൾ ഈ ആർക്ക് എ ബി എന്ന് ഞാനിന്ന് നെയിം ചെയ്ത ഈ ആർക്ക് എ ബിയുടെ ലെങ്ത്താണ് 3 പൈ സെൻറ്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നത്. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ? പെരിമീറ്ററിനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? പെരിമീറ്റർ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ 2 പൈ ആർ അല്ലേ. നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കണമെങ്കിൽ റേഡിയസ് വേണം. പക്ഷെ നമുക്ക് റേഡിയസ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റ എന്താ? 40 ഡിഗ്രി ആണെങ്കിൽ കിട്ടുന്ന ഈ ലെങ്ത്ത്, ആർക്കിൻ്റെ ലെങ്ത്ത് എന്താണ്? 3 പൈ സെൻറ്റിമീറ്റർ ആണ്. 40 ഡിഗ്രിക്ക് 3 പൈ സെൻറ്റിമീറ്റർ ആർക്ക് ലെങ്ത്ത്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതാ സർക്കിള് ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി മറ്റേ പോയിന്റ് വരെ എത്തി. അപ്പോൾ ഒരു സർക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സർക്കിൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ് അല്ലേ. മനസ്സിലായോ? അപ്പോൾ 40 ഡിഗ്രിക്ക് 3 പൈ. അപ്പോൾ 1 ഡിഗ്രി ആണെങ്കിൽ എത്രയായിരിക്കും ലെങ്ത് ഓഫ് ദി ആർക്ക്? ആർക്ക് ലെങ്ത് ആണ് ഇവിടെ എഴുതുന്നത്, ആർക്ക് ലെങ്ത്ത്. ഓക്കെ. 1 ഡിഗ്രി ആണെങ്കിൽ 3 പൈ ബൈ 40 ആയിരിക്കും. 3 പൈ ബൈ 40. ഇതെങ്ങനെയാണ് കിട്ടിയത്? ഇപ്പോൾ 10 പേനയ്ക്ക് ഞാൻ പറയാം 500 രൂപ. 10 പേനയ്ക്ക് 500 രൂപ. അപ്പോൾ ഞാൻ ചോദിക്കാം, അപ്പോൾ ഒരു പേനയ്ക്ക് എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കും? ഒരു പേനയ്ക്ക് 500 ബൈ 10 അല്ലേ, 50 റുപ്പീസ് എന്ന് കിട്ടും. എന്ന് പറയുന്ന പോലെ 40 ഡിഗ്രിക്ക് 3 പൈ ആണ് ആർക്ക് ലെങ്ത് എങ്കിൽ 1 ഡിഗ്രിക്ക് 3 പൈ ബൈ 40 ആയിരിക്കും. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് പെരിമീറ്റർ എന്നാണ്. പെരിമീറ്റർ മീൻസ് സെൻട്രൽ ആംഗിൾ ഈസ് 360 ഡിഗ്രി. സോ 360 ഡിഗ്രി ആണ് എങ്കിൽ ഇപ്പോൾ ഒരു പേനയ്ക്ക് 50 റുപ്പീസ്. സോ 2 പെൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? 50 × 2 നമ്മൾ ചെയ്യില്ലേ എന്ന് പറയുന്ന പോലെ 360 ഡിഗ്രിക്ക് എത്രയാണ്? 1 ഡിഗ്രിക്ക് ഇതാ. അപ്പോൾ 360 ഡിഗ്രിക്ക് 3 പൈ ബൈ 40 × 360. ഓക്കെ. നമ്മൾ ഇക്വേഷൻസ് കാണാതെ പഠിച്ചും വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ പല കുട്ടികൾക്കും അത് കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. തിരിച്ചും മറിച്ചുമൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ ലോജിക്ക് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ സീറോസ് ക്യാൻസൽ ചെയ്തു. 4ഉം 36ഉം 9 ടൈംസ്. ഇനി 9 × 3 27 പൈ സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് കിട്ടി. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദ റേഡിയസ്. അപ്പോൾ എന്താണ് ഈ 27 പൈ? അത് പെരിമീറ്റർ ആണ് അല്ലേ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 പൈ ആർ ആണ്. അപ്പോൾ 2 പൈ ആർ ആണ് നമുക്കിപ്പോൾ എന്താണെന്ന് കിട്ടിയത്? 27 പൈ ആണെന്ന് കിട്ടിയത്. അപ്പോൾ റേഡിയസ് ആണ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, റേഡിയസ് അല്ലേ. അപ്പോൾ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 2 പൈനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ 27 പൈ ബൈ 2 പൈ അല്ലേ. ഇവിടെ മൾട്ടിപ്ലൈഡ് ബൈ എന്നാണ് ഈ 2 പൈ കിടക്കുന്നത്. അത് ഈക്വൽ ടു സിമ്പലിൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ എന്നായി. പൈയും ക്യാൻസലായി. സോ 27 ബൈ 2 അത്രയും സെൻറ്റിമീറ്റേഴ്സാണ് എന്ത് വരുന്നത്? റേഡിയസ് ഓഫ് ദ സർക്കിളായിട്ട് വരുന്നത്. 27 ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 13.5 എന്ന് കിട്ടും. അപ്പോൾ ഏത് രീതിയിൽ ഇങ്ങനെ 27 ബൈ 2 എന്നും എഴുതാം, അല്ലെങ്കിൽ 13.5 എന്നും എഴുതാം സെൻറ്റിമീറ്റേഴ്സ്. അതാണ് റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ എ സർക്കിൾ ദ ലെങ്ത് ഓഫ് ദി ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 25 ഡിഗ്രി ഈസ് 4 സെൻറ്റിമീറ്റർ. എന്താ മനസ്സിലായത്? ഒരു ആർക്ക് അല്ലേ, ആർക്കിൻ്റെ സെൻട്രൽ ആംഗിള് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 25 ഡിഗ്രി ആയപ്പോൾ ഈ ആർക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്.
ഇതാണിപ്പോൾ ഇത്രയും ഒരു സെൻറ്റൻസിൽ നിന്ന് മനസ്സിലായത്. ഇൻ ദ സെയിം സർക്കിൾ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി. ഇതേ സർക്കിളിൽ 75 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ എങ്കിൽ എത്രയായിരിക്കും ആർക്ക് ലെങ്ത്? ഓക്കെ, അപ്പോൾ ആർക്ക് ലെങ്ത് ആണ് തന്നിരിക്കുന്നത് അല്ലേ. ആർക്ക് ലെങ്ത് 4 സെൻറ്റിമീറ്റർ ആണ്. എപ്പോൾ സെൻട്രൽ ആംഗിൾ 25 ഡിഗ്രി ആകുമ്പോൾ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 ഡിഗ്രി ആകുമ്പോഴോ 4/25 സെൻറ്റിമീറ്റർ ആയിരിക്കും 1 ഡിഗ്രിക്ക് വരുന്ന ആർക്ക് ലെങ്ത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 75 ഡിഗ്രി. ഇപ്പോൾ 75 ഡിഗ്രി ആണെങ്കിൽ ഇതിന് തൊട്ട് മുൻപ് ചെയ്ത പോലെ തന്നെ 4/25 ഇൻറ്റു 75 ഇത്രയും സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. ഇവിടെ 75, ഇവിടെ 25 അല്ലേ. 25 ഇൻറ്റു 3 ആണ് 75. അപ്പോൾ 4 ഇൻറ്റു 3 ചെയ്യണം. 4 ഇൻറ്റു 3 12 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും 75 ഡിഗ്രി ഉള്ള ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ ആയിട്ടുള്ള ആർക്കിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഓക്കെ, ഈ ലോജിക്കാണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഡയറക്റ്റ് ഇക്വേഷൻ ആവുമ്പോൾ സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞാൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് കുട്ടികൾക്ക് ഡൗട്ട് വരാറുണ്ട്. ഇനി ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 1.5 ടൈംസ് ദ റേഡിയസ് ഓഫ് ദിസ് സർക്കിൾ. അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസിൽ ആയിട്ട് റിലേറ്റ് ചെയ്താണ് ബാക്കി നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അപ്പോൾ നമ്മളിതുവരെ റേഡിയസ് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ 1 ഡിഗ്രിക്ക് 4/25. അപ്പോൾ 360 ഡിഗ്രിക്ക് എത്രയായിരിക്കും? 1 ഡിഗ്രിക്ക് 4/25 അല്ലേ. ദാറ്റ് മച്ച് ഇൻറ്റു 360 അതായിരിക്കും എന്ത്? പെരിമീറ്റർ. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ 360 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് പെരിമീറ്റർ എന്താണെന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2πr. 2πr എന്ന് പറയുന്ന പെരിമീറ്റർ ആണ് ഇത്. 4/25 ഇൻറ്റു 360. ഓക്കെ, ഇതിൽ നിന്നും റേഡിയസ് എത്രയാണെന്ന് കിട്ടും ഇല്ലേ. റേഡിയസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 2π അല്ലേ റേഡിയസിൻ്റെ കൂടെയുള്ള ആൾ, അതിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ r എന്ന് പറയുന്നത് എന്ത് വരും? ഇവിടെ 4/25 ഇൻറ്റു 360 ഉണ്ട്. അപ്പോൾ 4 ഇൻറ്റു 360 എന്ന് ഞാൻ എഴുതി എളുപ്പത്തിന്. 4 ഇൻറ്റു 360/25. ഇനി ഈ 2π എങ്ങോട്ട് പോവും? ഡിനോമിനേറ്ററിലോട്ട് പോവും അല്ലേ. 2π ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് റേഡിയസ് വരുന്നത്. ഇത് R1 ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു റേഡിയസും കൂടി കൺസിഡർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇത് R1 എടുത്തു. ഇനി ഇവിടെ എങ്ങനെ നമ്മൾ ചെയ്യും? 25 ഇൻറ്റു 2. 25 ഇൻറ്റു 2 എത്രയാണ്? 50 ആണ് താഴെ അല്ലേ. 50π ഉണ്ട്. മുകളിൽ 4 ഇൻറ്റു 360. ഈ 0യും കട്ടായി പോവും ഇല്ലേ. അപ്പോൾ R1 എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കണേ. R1 എന്ന് പറയുന്നത് 4 ഇൻറ്റു 36 ചെയ്യുമ്പോൾ നമുക്ക് 144 എന്ന് കിട്ടും. അപ്പം 144 ആണ് ആര്? ന്യൂമറേറ്റർ. താഴെയോ ഡിനോമിനേറ്ററിൽ 5π ഉണ്ട്. അപ്പോൾ ഇതാണ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഒന്നും കൂടി വായിച്ചു നോക്കാം. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 1.5 ടൈംസ് അല്ലേ. 1.5 ടൈംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1.5 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 ഇൻറ്റു 1 2 പ്ലസ് 1. നമ്മളങ്ങനെ പഠിച്ചിട്ടില്ലേ ഫ്രാക്ഷൻസിൽ? ഇങ്ങനെ ക്ലോക്ക് പോകുന്ന പോലെ പോവുക. ഇതിനെ ഞാൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ പോവാണ്. 2 ഇൻറ്റു 1 2 പ്ലസ് 1 3. ഇത് 3/2 ആണ്. അപ്പോൾ 3/2 ടൈംസ് അതാണ് സെക്കൻഡ് റേഡിയസ് അല്ലേ. 1.5 ടൈംസ് എന്ന് പറയുമ്പോൾ നമ്മൾ 3/2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 144/5π ഇൻറ്റു 3/2 ഇതാണ് റേഡിയസ് ഓഫ് ദി സെക്കൻഡ് സർക്കിൾ. ഓക്കെ, ഇത് സെൻറ്റിമീറ്ററാണ് കേട്ടോ എല്ലാം. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ആർക്ക് വിത്ത് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ R2 ഈ സെക്കൻഡ് സർക്കിളിൻ്റെ പെരിമീറ്റർ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് 360 ഡിഗ്രി കറങ്ങിക്കഴിയുമ്പോൾ സെക്കൻഡ് സർക്കിള് കവർ ചെയ്യുന്ന ആർക്ക് ലെങ്ത് അതാണല്ലോ പെരിമീറ്റർ. 360 ഡിഗ്രി ഇങ്ങനെ കവർ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് പെരിമീറ്റർ തന്നെയാണ്. ഓക്കെ, 360 ഡിഗ്രി എന്ന് പറയുമ്പോൾ 2πr 2 എടുക്കുകയാണെ. 2πr2 സെക്കൻഡ് സർക്കിൾ ആണെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2π ഇൻറ്റു R2 എന്താണ്? 144/5π ഇൻറ്റു 3/2 ഇല്ലേ. ഇനി ഇതിനകത്ത് കട്ട് ചെയ്ത് കളയാം. പൈ കട്ടായി, 2 കട്ടായിപ്പോയി. ബാക്കിയുള്ളത് എന്താ? 144 ഇൻറ്റു 3/5. ഓക്കെ, ഇത് 360 ഡിഗ്രിക്കാണ്. അപ്പോൾ 1 ഡിഗ്രി ആണെങ്കിലോ 1 ഡിഗ്രിക്ക്
144 ഇൻറ്റു 3/5 ഇൻറ്റു 360 അല്ലേ? 360 ഡിനോമിനേറ്ററിലോട്ട് വന്നു. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 75 ഡിഗ്രി കറങ്ങിയാൽ എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 75 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 75 ഡിഗ്രിക്കാണെങ്കിൽ 144 ഇൻറ്റു 3/5 ഇൻറ്റു 360. ഇതിനെ നമ്മൾ 75 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് കട്ടായി പോവും. ഇവിടെ 20. 75നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 എന്ന് കിട്ടി. ഇനി ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇതിനെ എങ്ങനെ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്തെടുക്കും? നമ്മളിവിടെ 36 ഉണ്ട്, 144 ഉണ്ട്. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 36 ഇൻറ്റു 4 ആണ് 144 അല്ലേ? അപ്പോൾ ഞാനിതിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. 144 ഇൻറ്റു 3 ഇൻറ്റു 15 ഇതാണ് ന്യൂമറേറ്ററിലുള്ളത്. താഴെയോ 36 ഇൻറ്റു 10 എടുത്തൂടെ? 360 എന്ന് പറഞ്ഞാൽ 36 ഇൻറ്റു 10. 360 ഇൻറ്റു 4 ആണ് 144. ഇത്രയായല്ലോ. ഇനി 4 ഇൻറ്റു 3 എത്രയാണ്? 12 ഇൻറ്റു 15 ആണ് മുകളിൽ ബൈ 10. ഇതായിരിക്കും ഫൈനൽ വരിക. ഇനി ചെയ്യാനുള്ളത് 12 ഇൻറ്റു 15 ആണ്. 15 ഇൻറ്റു 12 ചെയ്യുമ്പോൾ 180 എന്ന് കിട്ടും. അപ്പോൾ ഇതെത്രയാണ്? 180/10. ഈ 0 കട്ടായി പോകും അല്ലേ? സോ ദിസ് ഇസ് 18. ഇതാണ് ആൻസർ വരിക. 18 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് ഓഫ് ദാറ്റ് ആർക്ക്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം എ ബാങ്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. ബാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നോർമലി ബാങ്കിൾസൊക്കെ എങ്ങനെയാണ്? സർക്കിൾ ഷേപ്പിലാണ്. അപ്പോൾ സർക്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഒരു ബാങ്കിളുണ്ട്. അതിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ. എ പീസ് ഈസ് ടു ബി കട്ട് ഔട്ട് ടു ടേക്ക് എ റിംഗ് ഓഫ് റേഡിയസ് 1/2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കഷ്ണം മുറിക്കണം. ഇവിടെ നിന്ന് ഇപ്പോൾ ഇത്രയും പാർട്ട് ഇങ്ങോട്ട് ഞാൻ മുറിച്ചെന്ന് വിചാരിച്ചോ. മുറിച്ചിട്ട് അതുകൊണ്ട് ഞാൻ ചെറിയൊരു റിങ് ഉണ്ടാക്കുകയാണ്. മനസ്സിലായ? ഒരു ബാങ്കിളുടെ ഒരു പീസ് മുറിച്ചിട്ട് ചെറിയൊരു റിങ് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും പോർഷനാണ് ഞാൻ മുറിച്ചെടുത്തത്, ഇവിടെ മുതൽ ഇവിടം വരെ. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഷുഡ് ബി ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ പീസ് ടു ബി കട്ട് ഔട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന പീസിൻ്റെ ഈ ഒരു സെൻട്രൽ ആംഗിൾ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഈ റിങ്ങിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താ? റേഡിയസ് എന്ന് പറയുന്നത് 1/2 സെൻറ്റിമീറ്റർ ആണെന്നറിയാം. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും? ഈ റിങ്ങിൻ്റെ പെരിമീറ്റർ 2πr അല്ലേ? 2πr എന്ന് പറയുമ്പം 2π ഇൻറ്റു r എന്ന് പറയുന്നത് 1/2. ഇത്രയും സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്റർ ഓഫ് ദി റിങ് വരുന്നത്. ബാങ്കിളല്ല കേട്ടോ, റിങ്ങിൻ്റെ. അപ്പോൾ ഈ 2ഉം 2ഉം കട്ടായിപ്പോയി. π സെൻറ്റിമീറ്റർ ആണ് ഈ റിങ്ങിൻ്റെ പെരിമീറ്റർ വരുന്നത്. എന്താണ് ഈ പെരിമീറ്റർ? ഈ പെരിമീറ്റർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഈ ഒരു ആർക്കിൻ്റെ ലെങ്ത് ആയിട്ട് വരുന്നത്. നോക്കിയേ, ഈ ലെങ്ത് ഇത്രയും സാധനം മുറിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. മനസ്സിലായോ? അപ്പോൾ ഈ ആർക്കിൻ്റെ ലെങ്ത്താണ് ഈ പെരിമീറ്റർ. അതെത്രയാണ്? π സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലായല്ലോ? ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമ്മൾ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചാൽ ചിലപ്പം തെറ്റിപ്പോകാനുള്ള ചാൻസ്. പക്ഷെ നമ്മൾ ലോജിക്ക് മനസ്സിലാക്കി ചെയ്യാം. നമുക്കൊന്ന് ശ്രമിക്കാം. ഇവിടെ 3 ആണ് എന്ത്? ബാങ്കിളുടെ റേഡിയസ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2πr അല്ലേ? 2π. ഇവിടെ ഇത് റിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ എഴുതിയത്, ഇവിടെ ബാങ്കിളുടെ എഴുതാം. 2π ഇൻറ്റു r എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 6π അല്ലേ? 2 ഇൻറ്റു 3 6π സെൻറ്റിമീറ്റർ ആണ്. എത്ര ആംഗിളിനാണ്? ആലോചിച്ച് നോക്കിയേ. പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് സെൻട്രൽ ആംഗിൾ? ടോട്ടൽ ഇങ്ങനെ കറങ്ങി വരുന്നു. അപ്പോൾ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി. ഓക്കെ. 6π സെൻറ്റിമീറ്ററിന് 360 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ വരുന്നത്. അപ്പോൾ 1 സെൻറ്റിമീറ്ററിന് എത്രയാണ് സെൻട്രൽ ആംഗിൾ വരിക? അങ്ങനെ ആലോചിച്ച് നോക്ക്. ഇതിനു മുമ്പ് പേനയുടെ കണക്ക് പറഞ്ഞ പോലെ തന്നെ 6πക്ക് 360. അപ്പോൾ 1 സെൻറ്റിമീറ്ററിന് 360/6π. ഓക്കെ. ഇവിടുന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് എത്രയാണ് ലെങ്ത്ത്? ഇത് എത്രയാണ് ലെങ്ത്ത് എന്ന് കിട്ടിയത് എങ്ങനെയാണ്? ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചു അല്ലേ? ഇതിൻ്റെ പെരിമീറ്റർ π ആയിരുന്നു. അതായത് ഈ കട്ട് ചെയ്തെടുക്കുന്നത് π ആണ്. അപ്പോൾ π സെൻറ്റിമീറ്റർ ആണ് ആർക്ക് ലെങ്ത് എങ്കിൽ എത്രയായിരിക്കും അതിൻ്റെ സെൻട്രൽ ആംഗിൾ? 360/6π ഇൻറ്റു π. മനസ്സിലായോ? ഒന്നും കൂടി പറയാം. നമ്മൾ ആദ്യം ഈ റിങ്ങിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചു. റിങ്ങിൻ്റെ പെരിമീറ്റർ എന്തിനാണ് കണ്ടുപിടിച്ചത്? അതാണ് ഈ ആർക്കിൻ്റെ ലെങ്ത്ത്.
ഓക്കെ, ഇനി ഈ സർക്കിളിൻ്റെ അല്ലെങ്കിൽ ഈ ബാങ്കിളിൻ്റെ ടോട്ടൽ പെരിമീറ്ററാണ് ആദ്യം കണ്ടുപിടിച്ചത്. ഇവിടെ നമ്മൾ ടോട്ടൽ പെരിമീറ്റർ കണ്ടുപിടിച്ചു. ദാറ്റ് മീൻസ് ഇത്രയും ലെങ്ത് കിട്ടിയത് എപ്പോഴാണ്? സെൻട്രൽ ആംഗിൾ 360 ആയപ്പോൾ. അപ്പോൾ 1 സെൻറ്റിമീറ്ററിന് എത്ര കിട്ടും? 360/6π. അപ്പോൾ പൈ സെൻറ്റിമീറ്റർ. ഈ പൈ സെൻറ്റിമീറ്റർ എവിടെ നിന്നാണ് കിട്ടിയത്? ഈ ആർക്ക് ലെങ്ത് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചത്. പൈ സെൻറ്റിമീറ്ററിന് 360/6π × പൈ. അപ്പോൾ ഇവിടെ പൈ കട്ടായി പോവും. 360/6. 6 × 6 ആണല്ലോ 36 അല്ലേ? അപ്പോൾ കട്ടായി. അപ്പോൾ 60 ആണ് എന്ത്? സെൻട്രൽ ആംഗിൾ ഓഫ് ദിസ് ആർക്ക്. ഇനി ഈ ക്വസ്റ്റിൻ്റെ അടുത്ത പാർട്ട് നോക്കാം. The remaining part of the bangle was bent to make a smaller bangle. What is its radius? അതായത് ഈ ഒരു ഭാഗം മുറിച്ച് ഞാനൊരു റിങ് ഉണ്ടാക്കി. എന്നിട്ട് ഈ ഒരു ഭാഗമില്ലേ ബാക്കിയുള്ളത് അതെടുത്ത് ഞാൻ വീണ്ടും ഒരു ബാങ്കിൾ ഉണ്ടാക്കുകയാണ്. ഒരു ചെറിയ ബാങ്കിൾ കിട്ടി. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത് എത്രയാണ്? പെരിമീറ്റർ 6π അല്ലേ? 6π ആയിരുന്നു ഈ വലിയ ബാങ്കിളിൻ്റെ പെരിമീറ്റർ. നമ്മൾ കണ്ടുപിടിച്ചു. ഈ 6πയിൽ നിന്ന് എത്ര ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത്? ഈ റിങ്ങിൻ്റെ പെരിമീറ്റർ പൈ ആണെന്ന് കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ 6π - π ആണ് ഇപ്പോൾ ഈ സ്മോൾ ബാങ്കിളിൻ്റെ പെരിമീറ്റർ ആയിട്ട് വരുന്നത്. പെരിമീറ്റർ ഓഫ് സ്മോൾ ബാങ്കിൾ 6π - π എത്രയാണ്? 6 - 1 അല്ലേ? 6 - 1 ആണ് ഈ കിടക്കുന്നത്. 5π സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്റർ ഓഫ് സ്മോൾ ബാങ്കിൾ. ഇനി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2πr അല്ലേ? 2πr ആണ് എന്ത്? 5π. അപ്പോൾ റേഡിയസ് ഓഫ് ദിസ് സ്മോൾ ബാങ്കിളാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ എല്ലാ സ്മോൾ ബാങ്കിളുടെ കേസിലെത്തി. ഓക്കെ, സ്മോൾ ബാങ്കിളുടെ റേഡിയസ് ആണ് ഇവിടെ ഇട്ടത്. അപ്പോൾ 6 കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ 2πനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ 5π/2π അല്ലേ? പൈയും ക്യാൻസൽ ആവും. 5/2 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ് ഓഫ് ദിസ് സ്മോൾ ബാങ്കിൾ. ഇനി നമുക്ക് ഈ എക്സർസൈസിലെ 4th ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ? 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ട്രയാങ്കിളൊക്കെ തന്നിട്ടുണ്ട്. ഇങ്ങനെ ആർക്സ് ഒക്കെ വരച്ച് കാണുന്നുണ്ട്. ഞാൻ റഫായിട്ട് വരച്ചതാണ്. ടെക്സ്റ്റ് ബുക്കിൽ വളരെ നല്ലൊരു ഫിഗർ ഉണ്ട്. ഇനി ദ പിക്ചർ ഷോസ് പാർട്സ് ഓഫ് എ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ഈച്ച് വെർട്ടെക്സ് ഓഫ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഒരു സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. നമുക്കൊന്ന് ഈ പറഞ്ഞ കാര്യം നമുക്കൊന്ന് വരച്ച് നോക്കാം. ചില കൺസെപ്റ്റ്സ് മനസ്സിലാവുന്നില്ലെങ്കിൽ അതൊന്ന് വരച്ച് നോക്കുന്നത് കുട്ടികൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടല്ലേ? എല്ലാ സൈഡ്സും എത്രയാണ്? 4 സെൻറ്റിമീറ്റർ വെച്ചാണ്. എല്ലാ സൈഡ്സും 4 സെൻറ്റിമീറ്റർ വെച്ചാണ്. കാരണം ഇവിടെ 4 സെൻറ്റിമീറ്റർ എന്ന് ഒരെണ്ണം തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ വെർട്ടെക്സിൽ കൂടെ എന്താണുള്ളത്? പാർട്സ് ഓഫ് എ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ഈച്ച് വെർട്ടെക്സ് ഓഫ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആൻഡ് പാസിങ് ത്രൂ ദ അതർ 2 വെർട്ടിസസ്. അപ്പോൾ ഒരു വെർട്ടെക്സ് ഞാനിപ്പോൾ സെൻറ്റർ ആക്കി എടുത്തു. എന്നിട്ട് ഈ 2 വെർട്ടെക്സിൽ കൂടെയും പാസ് ചെയ്യുന്ന ആർക്ക് അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ പോർഷൻ വരച്ചു. മനസ്സിലായോ? ഈ വെർട്ടെക്സ് സെൻറ്ററാക്കി വെച്ചിട്ട് ഈ 2 വെർട്ടക്സസിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിളാണ് ഞാനിപ്പോൾ ഈ വരച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ ഇവിടുന്ന് ഇത്രയും വരെ വരച്ച് നിർത്തി. എന്നിട്ട് ഇത് സെൻറ്ററാക്കി ഇവിടുന്ന് ഇങ്ങോട്ട് സർക്കിൾ വരച്ചു. മനസ്സിലായോ? അത് കഴിഞ്ഞ് ഇത് സെൻറ്ററാക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് സർക്കിൾ വരച്ചു. ഓക്കെ, ഇങ്ങനെ കിട്ടിയ ഫിഗറാണ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ? ഈ ഫിഗറിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ എല്ലാ ആർക്കുകളുടെയും ലെങ്ത്തുകളുടെ സമ്മാണ്. എത്ര ആർക്കുണ്ട് നമ്മുടെ കയ്യിൽ? 3 ആർക്കുണ്ടല്ലേ? നമുക്ക് 1 2 3 ആർക്സ് ഉണ്ട്. ഈ 3 ആർക്കിൻ്റെ ലെങ്ത്തുകളുടെ സമ്മാണ് ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് അല്ലേ? ഈ ഫിഗറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് അതാണ്. ആദ്യം നമുക്ക് ഈ ഒരു ആർക്കിൻ്റെ കാര്യം നോക്കാം. ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് അല്ലേ? ഇതാണ് സെൻട്രൽ ആംഗിൾ ഓഫ് ദിസ് ആർക്ക്. ഓക്കെ, ഞാനിപ്പോൾ ഇതിനെ AB എന്ന് നെയിം ചെയ്താൽ AB ആർക്ക് ഇങ്ങനെ മെൻഷൻ ചെയ്യാം. ABയുടെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? ഇതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലേ? സമഭുജ ത്രികോണം എന്ന് പറയുമ്പോൾ ഓരോ ആംഗിളും എത്രയായിരിക്കും? 60 ഡിഗ്രി വെച്ചായിരിക്കും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സെൻട്രൽ ആംഗിൾ ഓഫ് AB എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? ഈ ആർക്കിൻ്റെ റേഡിയസ് ഇതാണല്ലോ സെൻറ്റർ അല്ലേ? ഇത് സെൻറ്ററാക്കി ഞാൻ സർക്കിൾ വരയ്ക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ സർക്കംഫറൻസിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണത്?
4 സെൻറ്റിമീറ്റർ. മനസ്സിലായോ? അപ്പോൾ റേഡിയസ് 4 സെൻറ്റിമീറ്റർ ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ഇതിൻ്റെ ആർക്ക് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പം റേഡിയസ് 4 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള സർക്കിൾ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 2πr ആണ് പെരിമീറ്റർ ഓഫ് ദാറ്റ് സർക്കിൾ. കേട്ടോ, സർക്കിളിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ടോട്ടൽ സർക്കിളിൻ്റെ 2πr ആണ്. അതെത്ര? 2π ഇൻറ്റു r എന്ന് പറയുന്നത് 4 ആണ്. 4 ഇത്രയും സെൻറ്റിമീറ്റർ വരും എന്ത്? പെരിമീറ്റർ. പെരിമീറ്റർ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ പറയുന്നല്ലേ, പെരിമീറ്റർ ഓഫ് എ സർക്കിൾ മീൻസ് 360 ഡിഗ്രിയാണ് റൊട്ടേഷൻ. സോ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 2π ഇൻറ്റു 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 60 ഡിഗ്രി റൊട്ടേഷനിലോ 60 ഡിഗ്രി ആണല്ലോ ഇവിടെ സെൻട്രൽ ആംഗിൾ. 60 ഡിഗ്രി റൊട്ടേഷനിൽ നമുക്ക് കിട്ടുന്നത് 2π ഇൻറ്റു 4/360 ഇൻറ്റു 60. ഞാനൊരു സ്റ്റെപ്പ് ജമ്പ് ചെയ്തു. നമ്മളിപ്പോൾ ഒരുപാട് അങ്ങനെ ചെയ്തല്ലോ എന്ന് വെച്ച് നോക്കി. 360ക്ക് 2π ഇൻറ്റു 4. അപ്പോൾ 1 ഡിഗ്രിക്കോ 2π ഇൻറ്റു 4/360. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പാണ് ഞാൻ ജമ്പ് ചെയ്തത് കേട്ടോ. ഇനി 60 ഡിഗ്രിക്കോ 2π ഇൻറ്റു 4/360 ഇൻറ്റു 60. ഓക്കെ, ഇനി ചെയ്യാം. നമുക്കിവിടെ 0 കട്ട് ചെയ്യാം. ഇനി 6 ഇൻറ്റു 6 ആണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ മുകളിൽ ആരാ ഉള്ളത്? 2 ഇൻറ്റു 4 എത്രയാണത്? 8. 8π/6. 8ഉം 6ഉം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 4, ഇവിടെ 3. അപ്പോൾ എത്രയാണത്? 4π/3 സെൻറ്റിമീറ്റർ. നമ്മളിപ്പോൾ എന്താ കണ്ടുപിടിച്ചേ? 60 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ആയിട്ട് വരുമ്പോൾ കിട്ടുന്ന ആർക്കിൻ്റെ ലെങ്ത് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. 4π ഇൻറ്റു 3 4π/3. അതായത് ആർക്ക് എ ബിയുടെ ലെങ്ത് ആണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. ലെങ്ത് ഓഫ് ആർക്ക് എ ബി 4π/3 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. ഓക്കെ, സോ ടോട്ടൽ പെരിമീറ്റർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ എത്ര ആർക്കുകളുണ്ട് ഇവിടെ? 3 ആർക്സ്. മനസ്സിലായോ? ഇതുണ്ട്, ഈ ഫിഗറിൽ നോക്കിയാൽ മതി. 3 ആർക്കുകൾ ഇവിടെ ഇങ്ങനെയുണ്ട്. എല്ലാത്തിൻ്റെയും ഒരേ ഡയമെൻഷൻസ് ആയിരിക്കുമല്ലോ, കാരണം സെൻട്രൽ ആംഗിൾ സെയിം ആണ്, റേഡിയസ് സെയിം ആണ്, സോ ലെങ്ത്തും സെയിം ആയിരിക്കും. അപ്പോൾ ലെങ്ത്ത് ടോട്ടൽ പെരിമീറ്റർ എത്രയായിരിക്കും? പെരിമീറ്റർ എന്ന് പറയുന്നത് 3 ടൈംസ് 3 ആർക്കുള്ളതുകൊണ്ട് 3 ടൈംസ് 4π/3. ഓക്കെ, ഇവിടെ 3 കട്ടാവും. സോ 4π സെൻറ്റിമീറ്റർ ആണ് ടോട്ടൽ പെരിമീറ്റർ ഓഫ് ദിസ് ഫിഗർ. ഇനി നമുക്ക് ഈ എക്സർസൈസിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ഫിഗർ. മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്ക് ആണെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതേ പേജ് നമ്പറിൽ ഇതേ ക്വസ്റ്റ്യൻ ആയിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണ് കേരള സിലബസ്. മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും ഒരേ പേജ് നമ്പർ പോലും വ്യത്യാസം വരാറില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ഫിഗർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആണ്, അതുകൊണ്ടാണ് ഞാൻ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു സമ അഷ്ടഭുജം എന്ന് പറഞ്ഞാൽ ഒരു റെഗുലർ എന്താണ്? അഷ്ടം എന്ന് പറഞ്ഞാൽ 8 സൈഡ്, ഒക്ടഗൺ ആണ്, റെഗുലർ ഒക്ടഗൺ. മൂലകൾ കേന്ദ്രമായി വൃത്തഭാഗങ്ങൾ വരച്ച് ചുവടെ കാണുന്ന രൂപം വെട്ടിയെടുക്കുന്നു. അതായത് നമ്മുടെ കയ്യിലൊരു റെഗുലർ ഒക്ടഗൺ ഉണ്ട്. ഈ പുറത്ത് കാണുന്നത് ഒരു ഒക്ടഗൺ ആണ്, 8 സൈഡ്സ് ഉണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെ വെർട്ടെക്സ് സെൻറ്ററാക്കി വെച്ചിട്ട്, ഓരോ വെർട്ടെക്സ് സെൻറ്ററാക്കി വെച്ചിട്ട് ഇങ്ങനെ സർക്കിൾ പോർഷൻസ് ഇങ്ങനെ വരച്ചു പോയേക്കുകയാണ്. ഈ സർക്കിൾസിൻ്റെ എല്ലാം എന്താണ്? റേഡിയസ് ഒക്കെ സെയിം ആയിട്ട്. അതുപോലെ ഈ ഒക്ടഗണിൻ്റെ ഒരു സൈഡ് 2 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ 2 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇത് 2 ടോട്ടൽ 2 ആണെങ്കിൽ റേഡിയസ് ഓഫ് ദീസ് ആർക്സ് അല്ലേ, അതിൽ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടുന്ന് ടോട്ടൽ ലെങ്ത്ത് 2 ആണ്, അതിൻ്റെ പകുതിയാണ് ഈ റേഡിയസ് ആയിട്ട് പോയേക്കുന്നത്. അപ്പോൾ നമുക്ക് റേഡിയസ് ഈസി ആയിട്ട് കിട്ടിയില്ലേ. റേഡിയസ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്, കാരണം ടോട്ടൽ ഈ ലെങ്ത്ത് 2 ആയതുകൊണ്ട് അതിൻ്റെ പകുതിയാണ് റേഡിയസ് ആയിട്ട് വരുന്നത്. ഇനി നോക്കേണ്ടത് ഒക്ടഗണിൻ്റെ ഓരോ വെർട്ടെക്സിലുള്ള ആംഗിൾ എത്രയാണെന്ന് നോക്കണം അല്ലേ. ഒക്ടഗണിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇൻറ്റേർണൽ ആംഗിൾ ഫോർ എ പോളിഗൺ എന്ന് പറയുന്നത് n-2 ഇൻറ്റു 180 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. വേർ n ഈസ് ദ നമ്പർ ഓഫ് സൈഡ്സ്. ഇവിടെ ഒക്ടഗൺ ആണ്, അപ്പോൾ എൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കും? 8 - 2 ഇൻറ്റു 180 ഡിഗ്രി ആണ് ടോട്ടൽ ഇൻറ്റേർണൽ ആംഗിൾ. 8 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 6 ആണല്ലേ, 6 ഇൻറ്റു 180 ഡിഗ്രി. ഇതാണ് ടോട്ടൽ ഇൻറ്റേർണൽ ആംഗിൾ. ഇങ്ങനത്തെ എത്ര ആംഗിൾസ് ഉണ്ട്? ഒരു ഒക്ടഗൺ എന്ന് പറയുമ്പം 8 സൈഡ്സും 8 വെർട്ടിസസും, അപ്പോൾ 8 ആംഗിൾസും ഇല്ലേ. അപ്പോൾ 8 ആംഗിൾസിൻ്റെ ആണ് ടോട്ടലാണിത്.
6 ഇൻറ്റു 180. അപ്പോൾ ഒരു ആംഗിൾ എത്രയായിരിക്കും? 1 ആംഗിൾ ഓഫ് എ റെഗുലർ ഒക്ടഗൺ ആണ് കേട്ടോ പറയുന്നത്. 1 ആംഗിൾ ഓഫ് എ റെഗുലർ ഒക്ടഗൺ എന്ന് പറയുന്നത് 6 ഇൻറ്റു 180/8 ആയിരിക്കും. 6 ഇൻറ്റു 180/8 ആയിരിക്കും ഒരു ആംഗിൾ. ഇവിടെ നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റും 2 കൊണ്ട്. ഇവിടെ 3, ഇവിടെ 4 അല്ലേ? ഇനി 4 ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 4 ഇൻറ്റു 4 16, ബാക്കി 2 20, 20ൽ 5 ടൈംസ്. അപ്പോൾ 45 ഇൻറ്റു 3 എത്രയായിരിക്കും? 45 ഇൻറ്റു 3 135 ഡിഗ്രിയാണ് ഒരു ആംഗിൾ വരുന്നത്. അതായത് ഇവിടെ വരുന്ന ഈ പോർഷനിലെല്ലാം വരുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 135 ഡിഗ്രിയാണ്. അത് മനസ്സിലായി. ഇനി ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? വെട്ടിയെടുത്ത രൂപത്തിൻ്റെ ചുറ്റളവ്. ഈ ഒരു ഫിഗറിൻ്റെ പെരിമീറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇങ്ങനെ കുറേ ആർക്കുകൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുക. ഒരാർക്കിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം. എന്നിട്ട് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 8 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു ആർക്കിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം. ഓക്കെ, ലെങ്ത്ത്. ആർക്കിൻ്റെ ലെങ്ത്ത് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇതൊരു സർക്കിളാണെന്ന് വിചാരിക്കുക. സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr, അതായത് 2π ഇൻറ്റു 1. റേഡിയസ് 1 ആയതുകൊണ്ട് 2π ഇൻറ്റു 1, അപ്പോൾ 2π എന്ന് തന്നെ കിട്ടി. 2π. ഈ 2π എപ്പോഴാണ് കിട്ടുന്നത്? 360 ഡിഗ്രി കറങ്ങുമ്പോൾ അല്ലേ? 360 ഡിഗ്രിക്കാണ് 2π. അപ്പോൾ 1 ഡിഗ്രിക്ക് എത്രയാണ്? 2π/360 അല്ലേ? അപ്പോൾ 135 ഡിഗ്രി, ഇവിടുത്തെ ആംഗിൾ 135 ആണെന്ന് കണ്ടുപിടിച്ചായിരുന്നു നമ്മൾ. അപ്പോൾ 135 ആണെങ്കിൽ 2π/360 ഇൻറ്റു 135. ഓക്കെ, ഇതാണ് ഒരു ആർക്കിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇങ്ങനത്തെ 8 എണ്ണം അല്ലേ? ടോട്ടൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ദിസ് ഫിഗർ ഇൻറ്റു 8 ചെയ്യണം. അതായത് 2π/360 ഇൻറ്റു 135, ഇങ്ങനത്തെ 8 എണ്ണം ഇൻറ്റു 8 ചെയ്തു. ഇതായിരിക്കും ഇതിൻ്റെ ചുറ്റളവ്, ടോട്ടൽ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്തെടുക്കുക? അപ്പോൾ ഇത് 180 അല്ലേ? ഇതിൻ്റെ പകുതി 360യുടെ പകുതി 180 ഇവിടെ എഴുതി. ഇനി ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 എന്ന് കിട്ടി. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് കേട്ടോ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 180. 180നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 5 എന്ന് കിട്ടി. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒന്നും കൂടി എഴുതി നോക്കാം. മുകളിലുള്ളത് ആരൊക്കെയാണ്? 2π 135 ഇൻറ്റു ആണ് ഡിവൈഡഡ് ബൈ 45. ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇനി മുകളിലും താഴെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ 135ഉം 45ഉം ആണുള്ളത് അല്ലേ? അപ്പോൾ 45 ഇൻറ്റു 3 ആണ് 135 കിട്ടുക. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാമല്ലോ. കട്ട് ചെയ്തിട്ട് ഇവിടെ 3. ഇനി മുകളിൽ ആരൊക്കെയാണ് ഉള്ളത്? താഴെ എല്ലാം വെട്ടിപ്പോയി അല്ലേ? ഡിനോമിനേറ്റർ എല്ലാം പോയി. ഇനി 3 ഇൻറ്റു 2π, അതായത് 6π ആണ് ടോട്ടൽ പെരിമീറ്റർ ഓഫ് ദിസ് ഫിഗർ. അത് സെൻറ്റിമീറ്റർ ആണോ മീറ്റർ ആണോ അതോ എഴുതണം. ഇവിടെ സെൻറ്റിമീറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് 6π സെൻറ്റിമീറ്റർ. ഇതോടെ ഈ എക്സർസൈസ് കംപ്ലീറ്റ് ചെയ്തു. താങ്ക് യു.